പിന്നീട് അളിയൻ നിയമനത്തിൽ മൗനം. അതായത് സണ്ണി ജോസഫിന്റെ അളിയനെയാണ് എന്താക്കിയത്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത്. അത് ചട്ടലംഘനമാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർന്നു. അത് യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് ചെയ്തത് തെറ്റായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്തരം എന്താ പറയുക, അത്തരം പ്രവർത്തനങ്ങളൊന്നും പാടില്ല. കാരണം ഇതൊക്കെ ഈ LDF സർക്കാർ ചെയ്ത് മനമെടുത്താണ് അവരെ മാറ്റിയത്. അപ്പൊ പിന്നെ നിങ്ങൾ ആ വഴിക്ക് പോകാൻ പാടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് മിക്കവാറും KPCCയുടെ ഈ യോഗം ചേരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ യോഗമൊക്കെ ചേർന്നിട്ട് ഇത് എന്താ പറയാ, ഇയാൾ മാറ്റുന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇയാൾ മോശക്കാരനായതുകൊണ്ടല്ല. സണ്ണി ജോസഫിന്റെ ഈ അളിയൻ എന്ന് പറയുന്ന ആള് ചില്ലറക്കാരനല്ല. അദ്ദേഹത്തെ കഥാപാത്രമാക്കിയ ഒരു നോവൽ വരെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പുറ്റ് എന്ന് പറയുന്ന നോവലിലെ നായകൻ ഈ പറഞ്ഞ സണ്ണി ജോസഫിന്റെ അളിയൻ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഒരു തമാശ ഉണ്ടായി. നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞൊരു കാര്യം, ഈ അളിയൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അളിയന്മാരാകാലോ. അതായത് ഒന്ന് ഭാര്യയുടെ സഹോദരൻ നമ്മൾ അളിയെന്നാ വിളിക്കുക. മറ്റൊന്ന് നമ്മുടെ സഹോദരിയുടെ ഭർത്താവും അളിയനാണ്. അപ്പോൾ ജയശങ്കർ വക്കീൽ പറഞ്ഞത്, സണ്ണി ജോസഫ് അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഭാര്യന്റെ സഹോദരനല്ലേ, നമുക്ക് ക്ഷമിക്കാം. കാരണം ഈ ഭാര്യമാരൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. സണ്ണി ജോസഫ് പാവം ഭാര്യ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ ഭാര്യയുടെ സഹോദരനെ ആക്കിയതാണ്. പിന്നെയാണ് മനസ്സിലായത് ഭാര്യയുടെ സഹോദരനല്ല, എന്താ പറയാ, സണ്ണി ജോസഫിന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുന്ന അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ പാടില്ല. ഭാര്യയുടെ സഹോദരനാണെങ്കിൽ, അമ്മാതിരി അളിയനാണെങ്കിൽ, അല്ലെങ്കിൽ ആ വകുപ്പിൽപ്പെട്ട അളിയനാണെങ്കിൽ സണ്ണി ജോസഫിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ മനുഷ്യന് ജീവിച്ചു പോകണല്ലോ ഭാര്യയുടെ മുന്നിൽ എന്ന് പറഞ്ഞൊരു തമാശ ജയശങ്കർ വക്കീൽ പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് ഓർമ്മിച്ചു പോയിരുന്നുള്ളൂ. അപ്പൊ ഏതായാലും ദേശാഭിമാനി അങ്ങനെ പണ്ട് സഖാക്കൾ ചെയ്തത് ഇപ്പൊ UDF ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഇവര് അതിനെതിരെ ആക്ഷേപിക്കുകയാണ്. വലിയ രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കേട്ടോ. പിന്നെ അധികാര ഇടനാഴിയിൽ പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും എന്നാണ് പിണറായി പറയുന്നത്. ഇയാള് ഭരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലേനല്ലോ. അതിനുശേഷം മുറിവിൽ നിന്ന് വീണത് പുഴുക്കൾ, ആരും തിരിഞ്ഞു നോക്കിയില്ല. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗിയുടെ കാലിൽ നിന്ന് പുഴുവരിക്കുന്നു. കെ മുരളീധരൻ ഇതിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ട പോലെ അല്ല ഇത്. കാരണം അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് കുറ്റക്കാരായവർക്കെതിരെ നടപടി വരുന്നുണ്ട്. ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലുകൾ കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ചിട്ട്, 5 വർഷമല്ല 10 വർഷം ഭരിച്ചിട്ട്, ആദ്യം KK ശൈലജയും അത് കഴിഞ്ഞ് വീണ ജോർജും കൂടി ആകെ എന്താ പറയാ കുട്ടിച്ചോറാക്കി വെച്ച ആരോഗ്യരംഗമാണ്. അത് പെട്ടെന്ന് ഈ കഴിഞ്ഞ 18-ാം തീയതിയിലെ അധികാരമേറ്റത് 3 ആഴ്ച ആയിട്ടില്ല. 3 ആഴ്ച ആവുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ കുരുപൊട്ടല്ല എന്റെ സഖാക്കളെ, കുരുപൊട്ടല്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തതിന്റെ തുടർച്ചയാണ്. അപ്പൊ ഏതായാലും സഖാക്കന്മാര് ഇപ്പൊ ഉണർന്നിട്ട് DYFI സമരമൊക്കെ നടക്കുന്നത്. പണ്ട് ഒരു പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു കളഞ്ഞു ശസ്ത്രക്രിയ ചെയ്ത യുവതികളുടെ വയറ്റിനുള്ളിൽ കത്രിക. അപ്പോഴൊന്നും DYFIക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇതൊന്നും DYFIക്കാർക്കും SFIക്കാർക്കും CPM-കാർക്കും ഇതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ കാലിൽ നിന്ന് പുഴുവരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേട്ടപ്പോഴത്തേക്ക് DYFIക്കാർ ആകെ എന്താ പറയാ കുരുപൊട്ടി. ഇങ്ങനെയാണെങ്കിലേ പൊട്ടി അവസാനം കുരുക്കളുടെ അവസ്ഥ ഒരു വഴിക്കാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ദേശാഭിമാനിയുടെ വാർത്ത. BJP വനിതാ നേതാവ് ഈ ഭണ്ഡാരം കുത്തി തുറന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ട്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു യുവതി, അവരെ BJP നേതാവ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. BJP വനിതാ നേതാവ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല മക്കളെ.